വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSA ഫിസിക്കൽ സയൻസ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്നതിലെ അടുത്ത ഒരു വീഡിയോ ക്ലാസ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹൈഡ്രജന് ഡൈഹൈഡ്രജൻ എന്ന് പറയുന്നതിന് 3 ഐസോട്ടോപ്പുകളുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 3 ഐസോട്ടോപ്പുകളുടെ പേര് ഏതൊക്കെയാണ്? അത് ഹൈഡ്രജൻ, രണ്ടാമത്തേനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡ്യൂറ്റീരിയം എന്ന് പറയാം. മൂന്നാമത്തേനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ട്രിഷ്യം എന്ന പേരിൽ മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി ഈ പറയുന്ന 3 ഐസോട്ടോപ്പുകളുടെ പ്രധാനപ്പെട്ട ചില ഗുണങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് പേഴ്സൻറ്റേജ് നിരക്കിലുള്ള ആപേക്ഷികമായ ലഭ്യതയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ആ കണ്ടീഷൻ പ്രകാരം ഹൈഡ്രജൻ 99.985 ആണ് അതിൻ്റെ നമ്പർ. ഡ്യൂറ്റീരിയം ആണെന്നുണ്ടെങ്കിൽ 0.0156 ആണ് വരിക. ട്രിഷ്യം ആണെന്നുണ്ടെങ്കിൽ 10⁻15 എന്നുള്ളതാണ് അതിൻ്റെ കണ്ടീഷൻ. ഇനി ആപേക്ഷിക ആറ്റോമിക മാസ് ഗ്രാം (mol⁻⁻1) നോക്കുകയാണെങ്കിൽ 1.008 ഹൈഡ്രജൻ, 2.014 ഡ്യൂറ്റീരിയം, ട്രിഷ്യം എന്ന് പറയുന്നത് 3.016. ക്വസ്റ്റ്യൻ വരെ എങ്ങനെയാണ്? ആപേക്ഷിക ആറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള ഐസോട്ടോപ്പ് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് വരിക? ട്രിഷ്യം. കുറവ് ഏതാണ് വരുന്നത്? ഹൈഡ്രജൻ ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും മിക്കതും അത് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉത്തരം പറയണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ധാരണ വേണം. അടുത്ത് നോക്കുക, ദ്രവണാങ്കമാണ് പറഞ്ഞിട്ടുള്ളത്. കെൽവിനിലാണ് അത് പറയുന്നത്. ഹൈഡ്രജൻ്റെ 13.96, ഡ്യൂറ്റീരിയം 18.73, ട്രിഷ്യം 20.62 ആണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ദ്രവണാങ്കം വരുന്നത് ആർക്കാണ്? ട്രിഷ്യത്തിനാണ്. കുറവ് ആർക്കാണ് വരുന്നത്? ഹൈഡ്രജനാണ് വരുന്നത്. തിളനില അതും കെൽവിനിലാണ് വരുന്നത്. 20.39, 23.67, 25.0 എന്നുള്ളതാണ് ഇതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ തിളനില ഏറ്റവും കൂടുതൽ വരുന്നത് ട്രിഷ്യത്തിനാണ്. സാന്ദ്രത ഗ്രാം (ലിറ്റർ⁻⁻1) ആണ്. ഹൈഡ്രജൻ 0.09 ആണ്, ഡ്യൂറ്റീരിയം 0.18 ആണ്, ട്രിഷ്യം 0.27 ആണെന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉള്ളത് ആർക്കാണ്? ട്രിഷ്യം. അടുത്ത് നോക്കുക, ദ്രവീകരണ ഫ്യൂഷൻ എൻതാൾപ്പി കിലോ ജൂൾ (mol⁻⁻1) നമ്മളത് പറയാം. അതെന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ കേസിൽ 0.117 ആണ്, ഡ്യൂറ്റീരിയം 0.197 ആണ്, ട്രിഷ്യത്തിന് ഇല്ല. ഏഴാമത്തെ ബാഷ്പീകരണ എൻതാൾപ്പി കിലോ ജൂൾ (mol⁻⁻1) ആണ്. ഹൈഡ്രജൻ്റെ വാല്യൂ 0.904 ആണ്, ഡ്യൂറ്റീരിയം 1.224 ആണ്. ഇത് നമുക്കിന്ന് തിരിച്ചിട്ട് പറയാനായിട്ട് പറ്റും. ഇനി എട്ടാമത്തെ സാന്ദ്രതയാണ്. എട്ടാമത്തെ നോക്കുക, ബന്ധന വിഘടന എൻതാൾപ്പി കിലോ ജൂൾ (mol⁻⁻1). ഹൈഡ്രജൻ്റെ കേസിൽ 435.88, ഡ്യൂറ്റീരിയം 443.35. അപ്പോൾ ഏറ്റവും കൂടുതൽ ബന്ധന വിഘടന എൻതാൾപ്പി ഉള്ളത് ആർക്കാണ്? അപ്പോൾ ഡ്യൂറ്റീരിയം ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഒമ്പതാമത്തെ അന്തർകേന്ദ്ര ദൂരം PM പൈക്കോമീറ്റർ ആണ്. ഹൈഡ്രജൻ്റെ കേസിൽ 74.14, ഡ്യൂറ്റീരിയത്തിൻ്റെ കേസിലും അതിൻ്റെ വാല്യൂ എത്രയാണ്? 74.14. അപ്പോൾ ഇത് രണ്ടും എന്താണ്? സെയിം ആണ്. 10 അയോണീകരണ എൻതാൾപ്പി കിലോ ജൂൾ (mol⁻⁻1) ആണ്. 1312 എന്നുള്ളതാണ് വരുന്നത്. ഇവിടെ രണ്ടിനും അതില്ല എന്നുള്ളത് മനസ്സിലാക്കുക. 11 ഇലക്ട്രോൺ ആർജിത എൻതാൾപ്പി കിലോ ജൂൾ (mol⁻⁻1). വാല്യൂ ഓർത്തിരിക്കുക, -73 ആണ്. മറ്റേ രണ്ടാൾക്കും അതില്ല. 12 സഹസംയോജക ആരം പൈക്കോമീറ്ററിലാണ്. അത് ഹൈഡ്രജന് മാത്രമേ ഉള്ളൂ, 37. ഇനി 13 അയോണിക ആരം. അയോണിക ആരത്തിന് നമ്മൾ H⁻⁻1 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പൈക്കോമീറ്ററിലാണ് യൂണിറ്റ് വരിക. വാല്യൂ എന്ന് പറയുന്നത് 208 പൈക്കോമീറ്റർ ആണ് എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് എല്ലാം ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ഇത് വെച്ചുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും 13 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കുക. ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ് എന്നുള്ള ലെവലിൽ ചോദിക്കുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ വാല്യൂസ് മുഴുവനും ഒന്ന് മനസ്സിലാക്കിയിരിക്കുവാനായിട്ട് ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ മറ്റ് കുറച്ച് ഗുണങ്ങളും കൂടി ഉണ്ട്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.